നിങ്ങളുടെ വിൻഡോസ് പി സി ആവശ്യത്തിന് മെമ്മറിയും അതേപോലെ CPU സ്പീഡും ഒക്കെ ഉണ്ടായിട്ടും ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നോക്കാം. ഇതിനായിട്ട് Ctrl+Shift+Escape പ്രസ് ചെയ്യുക. ടാസ്ക് മാനേജർ ഓപ്പൺ ആയിട്ട് വരും. ടാസ്ക് മാനേജറിൽ പെർഫോമൻസ് ഉള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്ര പെർസെൻറ്റേജ് ആണ് CPU വർക്ക് ചെയ്യുന്നത്, അതേപോലെ മെമ്മറി, ഹാർഡ് ഡിസ്ക് എത്രത്തോളമാണ് റൺ ചെയ്യുന്നത്, ഇതൊക്കെ പെർസെൻറ്റേജ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും ഹൈ ആയിട്ടുള്ള വർക്കിംഗ് കാണിക്കുന്ന ഡിസ്ക് 3ഉം 4ഉം ആണ്. ഇത് 2 USB ഡ്രൈവ്സ് ആണ്. ഒരു കോപ്പിംഗ് നടക്കുന്നതുകൊണ്ടാണ് അത്രയും ഹൈ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഹൈ ആയിട്ട് കാണിക്കുന്നത് മെമ്മറിയാണ്. മെമ്മറി ഒരു 50% മേലെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോസസ്സറും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിസ്റ്റത്തിലെ സി ഡ്രൈവ് ഡിസ്ക് 1 എന്ന് പറയുന്നത് തീരെ വർക്കിംഗ് കാണിക്കാത്തത് അത് SSD ആയതുകൊണ്ടാണ്. എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് കാണാൻ വേണ്ടി പ്രോസസ്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പ്രോസസ്സുകൾ കാണാൻ പറ്റും. ഇതിൽ ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്നത് റാം തന്നെയാണ്. ജസ്റ്റ് മെമ്മറി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ടോപ്പായിട്ട് വർക്ക് ചെയ്യുന്നത് ഏതാണെന്ന് കാണിക്കും. ഇവിടെ നമ്മൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻഡ് ടാസ്ക് എന്ന് കൊടുക്കുക. ചില ആപ്ലിക്കേഷൻസൊക്കെ എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനാണ് ഇങ്ങനെ കയറി വരുന്നതെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിനെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില ആപ്ലിക്കേഷൻസൊക്കെ ഹാങ് ആയി പോകാറുണ്ട്. അത് നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലോസ് ചെയ്യാനും പറ്റാറില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ആ ടാസ്ക് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടാസ്ക് മാനേജറിലൂടെ പ്രോസസ്സുകളെ മോണിറ്റർ ചെയ്ത് ഒരു പരിധി വരെ നമുക്ക് കമ്പ്യൂട്ടറിനെ സ്പീഡാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ വിൻഡോസ് ടിപ്സിനായിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അറിയാത്തവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യുക.